ഹലോ ഗൈസ്, കോഴിക്കോട് കൊണ്ടൊരു ആവശ്യമുള്ളത് കൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഓഫും പറഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോഴാണ് റമീൻ കൂടെ കൂടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പ്ലാനാക്കുന്നത്. നോമ്പിന് ചൂടത്ത് ഇങ്ങനൊരു യാത്ര പോകുമ്പോൾ വലിയ സുഖമൊന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ചുള്ള യാത്ര ഭയങ്കര രസകരം തന്നെയായിരുന്നു. ഇത് വളരെ പെട്ടെന്നുണ്ടായിരുന്ന പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ സ്റ്റേയും കാര്യങ്ങളും നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബീച്ചിന് ഓപ്പോസിറ്റിൽ ലോഫയറിലെ ഫാമിലി റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അതുമാത്രമല്ല ബീച്ചിന് ഓപ്പോസിറ്റാണ്. ഏത് സമയത്തും നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അപ്പോഴേക്ക് നോമ്പ് തുറക്കുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ സ്ട്രീറ്റിലെ ഇഫ്താർ കോംബോ കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ പോയി. ഡൈനിങ് ഫുൾ ആയതുകൊണ്ട് നമ്മളവിടെ ഒരു കോംബോ മേടിച്ച് കുട്ടിത്തക്കാരത്ത് കുറച്ച് സ്നാക്സും മേടിച്ച് ബീച്ചിൽ പോയി ഇരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ കോഴിക്കോട് ബീച്ചിലെ സൺസെറ്റും കണ്ട് നോമ്പ് തുറക്കാനിരിക്കുന്നത് ഒരു പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. ഒരു കടൽ തീരത്തെ ഒരുപാട് ആളുകൾ ഇതുപോലെ അപ്പുറത്തേക്ക് ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ സ്ട്രീറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് ചിക്കനും റൈസും അതുപോലെ കുട്ടിത്തക്കാരത്തിലെ കാടമുട്ടയും അവിടെ ഡൈനിങ് ഫുൾ ആയതുകൊണ്ട് കടൽ തീരത്തിൽ നിന്ന് കഴിച്ച് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. ഒരുപാട് ആളുകൾ ഫാമിലിയായിട്ട് വന്ന് ഒരുമിച്ചിരുന്ന് അവിടെ ഇഫ്താർ നടത്തുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ പോയി നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് ബീച്ചിലേക്ക് എത്തിയപ്പോഴേക്ക് ബീച്ച് അത്യാവശ്യം ലൈവായിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ എല്ലാ കടകളും തുറന്ന് അത്യാവശ്യം ആളുകൾ ഇറങ്ങി അത്യാവശ്യം നല്ല കളർഫുള്ളായി മാറിയിട്ടുണ്ടായിരുന്നു ബീച്ച്. അങ്ങനെ അവിടുത്തെ ഒരു ചുരണ്ടേസും ഒരു ഓറഞ്ച് സർവത്തും കുടിച്ച് നമ്മൾ ചിക്കൻ സ്ട്രീറ്റിൽ ഡൈനിങ് കിട്ടാത്തതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി വീണ്ടും അവിടത്തേക്ക് ഒരു ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. എന്തൊക്കെ പറഞ്ഞാൽ കടൽ തീരത്തിലുള്ള ഡൈനിങ്ങിൽ ഇരുന്നിട്ട് അത്യാവശ്യം നല്ലൊരു ലോഡഡ് ഫ്രൈസ് കഴിച്ചപ്പോൾ പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് മിഠായി തെരുവിലേക്കൊന്ന് പോയി. മിഠായി തെരുവിലേക്ക് അത്യാവശ്യം നല്ല ആളുകളായിരുന്നു. അങ്ങനെ അവിടെ നടന്ന് ക്ഷീണിച്ച് നമ്മൾ സാഹിബ് ആൻഡ് സൺസിൽ പോയിട്ട് ഒരു ബട്ടറും ഒരു അനാർ ജ്യൂസും കൂടെ കഴിച്ചു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ടേസ്റ്റുള്ള ജ്യൂസുകളായിരുന്നു. അപ്പോൾ ഒരു 12 മണിക്ക് ശേഷം ബീച്ച് സൈഡിൽ പോയപ്പോൾ ബീച്ചിലൊക്കെ നിറച്ച ആളുകളായിരുന്നു. അതിനുശേഷം നമ്മൾ ചായ കുടിച്ച് കിടക്കാൻ വേണ്ടി പോയി. അങ്ങനെ പിറ്റേ ദിവസം ഒരു 12-1 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും മിഠായി തെരുവിലേക്ക് പോയി ചെറിയൊരു പർച്ചേസിന് വേണ്ടി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെ. ഒരുപാട് ആളുകൾ ആസ് യൂഷ്വൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയ പർച്ചേസൊക്കെ നടത്തിയിട്ട് അവിടെ തിരിച്ചു പോകുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതുപോലെ ഒറ്റക്കുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അങ്ങനെ വോളണ്ടിയേഴ്സ് വഴിയിൽ നിന്നുള്ള ഇഫ്താർ കിറ്റൊക്കെ വെച്ച് നോമ്പൊക്കെ തുറന്ന് വീട്ടിലെത്തുന്ന സമയമൊക്കെ അത്യാവശ്യം നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് നമ്മൾ അവസാനം വീട്ടിലെത്തിയിരിക്കുകയാണ്. വീണ്ടും കാണുന്നവരേക്കും ബായ്.